ഹായ് ഫ്രണ്ട്സ്, എല്ലാ പരീക്ഷകളിലും സ്ഥിരമായിട്ട് വരുന്ന ഒരു ടൈപ്പ് പ്രോബ്ലമാണ് കലണ്ടറുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ്. എങ്ങനെയാണ് കലണ്ടറുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്നാണ് ഇനി ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പ്രോബ്ലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് കീ ഡിജിറ്റ്സ് ഓഫ് ദ മന്ത് ആൻഡ് കീ ഡിജിറ്റ്സ് ഓഫ് ദ ഡേറ്റ്സ് എന്ന് പറയും. ഇത് എല്ലാവരും നിർബന്ധമായിട്ട് കാണാതെ പഠിക്കേണ്ട ഒരു പാർട്ടാണ്. 12 മാസം കൂടിയതാണ് ഒരു വർഷം. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആൻഡ് ഡിസംബർ. ഇതാണ് ഒരു ഇയർ എന്ന് പറഞ്ഞാൽ 12 മാസങ്ങളുള്ളതാണ്. കീ ഇനി ജനുവരിയുടെ കീ ആണ് 1, ഫെബ്രുവരി കീ 4, മാർച്ച് 4, ഏപ്രിൽ 0, മെയ് 2, ജൂൺ 5, ജൂലൈ 0, ഓഗസ്റ്റ് 3, സെപ്റ്റംബർ 6, 1 ഒക്ടോബറിൻ്റെ കീ 1, നവംബർ കീ 4 ആൻഡ് ഡിസംബർ കീ 6. അതായത് ആദ്യത്തെ 3 മാസം എടുക്കുകയാണെങ്കിൽ അത് 12ൻ്റെ സ്ക്വയർ ആണ്. രണ്ടാമത്തെ എടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ 3 മാസം ഏപ്രിൽ, മെയ്, ജൂൺ എടുക്കുകയാണെങ്കിൽ 5 സ്ക്വയർ ആണ് 025 എന്ന് പറഞ്ഞത്. അടുത്ത 3 മാസം ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്ന് പറഞ്ഞാൽ 6 സ്ക്വയർ ആണ്. അടുത്തത് ഒക്ടോബർ, നവംബർ, ഡിസംബർ എടുക്കുകയാണെങ്കിൽ 12 സ്ക്വയർ പ്ലസ് എന്ത് വേണം 2 കൂടി ആഡ് ചെയ്താലാണ് 146 കിട്ടുക. ഇത് കാണാതെ പഠിക്കേണ്ടതാണ്. ജനുവരിയുടെ കീ 144. ഇങ്ങനെ തന്നെ 12 ആദ്യത്തെ 3 മാസം 12 സ്ക്വയർ, അടുത്ത 3 മാസം 5ൻ്റെ സ്ക്വയർ. അപ്പം പക്ഷേ 5ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 25 ആണ്. അതിന് മുമ്പുള്ളത് ഏപ്രിൽ 0 ആക്കിയിട്ട് കീ കൊടുക്കണം. പിന്നെ അടുത്ത 3 മാസം 6 സ്ക്വയർ, അപ്പോൾ 36 ആണ് 6 സ്ക്വയർ. പക്ഷേ ജൂലൈ എന്ത് കൊടുക്കണം, നമ്മൾ 0 ആക്കിയിട്ട് കീ 0 ആക്കി കൊടുക്കണം. അടുത്തത് ഒക്ടോബർ, നവംബർ, ഡിസംബർ 12 സ്ക്വയർ പ്ലസ് 2 ചെയ്യണം. 12 സ്ക്വയർ 144 പ്ലസ് 2 146 കിട്ടണം. അപ്പോൾ 146 എന്ന് പറഞ്ഞാൽ 1 ഒക്ടോബറിന് ഇട്ട് കൊടുക്കുക, നവംബറിൽ 4 കീ ഇട്ട് കൊടുക്കുക, ഡിസംബറിൻ്റെ കീ 6 ആയിട്ട് യൂസ് ചെയ്യാം. ഇത് കാണാതെ പഠിക്കണം, എങ്കിൽ മാത്രമേ പ്രോബ്ലം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെ തന്നെ കീ ഡിജിറ്റ്സ് ഓഫ് ദ ഡേയ്സിനുണ്ട്. ഇപ്പോൾ നമ്മൾ മന്തിൻ്റെ കീയാണ് പറഞ്ഞത്. ഇനി കീ ഡിജിറ്റ്സ് ഓഫ് ദ ഡേയ്സ് എന്നാണ് സൺഡേക്ക് 1 ആക്കി എടുക്കണം. മൺഡേ എന്ന് ചോദിക്കുമ്പോൾ 2 എഴുതണം. ട്യൂസ്ഡേ എന്ന് പറയുമ്പോൾ 3 ആവണം. വെനസ്ഡേ 4, തേഴ്സ്ഡേ 5, ഫ്രൈഡേ 6, 7ാമത്തെ ദിവസമാണ് സാറ്റർഡേ. 7ാമത്തെ ദിവസത്തെ നമ്മൾ 0 ആക്കിയിട്ട് എടുക്കണം. ഇതും നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ കീവേഡുകൾ രണ്ടിൻ്റെയും മന്തിൻ്റെ കീവേഡും അതേപോലെ ഡേയ്സിൻ്റെ കീവേഡും നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ എളുപ്പത്തിൽ ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി പ്രോബ്ലത്തിലേക്ക് കിടക്കാം. എങ്ങനെയാണ് ഈ കീവേഡ് വെച്ചിട്ട് എങ്ങനെയാണ് പ്രോബ്ലം എളുപ്പത്തിൽ ചെയ്യുന്നതെന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒക്ടോബർ 20, 1947. ഈ ഒക്ടോബർ 20 ഏതാണ് ദിവസം? ഏതാണ് ആ ദിവസം? ഏത്? ഒക്ടോബർ 20 എന്നുള്ളത് 1947 ഒക്ടോബർ 20 ഏതാണ് ആ ദിവസം എന്നാണ് ചോദ്യം. നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഇയർ എടുക്കണം. ടേക്ക് ദ ഇയർ എടുത്തിട്ട് അതിൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് മാത്രം എടുത്താൽ മതി. ഒന്നാമത്തത് ലാസ്റ്റ് 2 ഡിജിറ്റ് എടുക്കുക. ഇയറിൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് എടുക്കുക. അപ്പോൾ ലാസ്റ്റ് 2 ഡിജിറ്റ് എന്താ? 47. ലാസ്റ്റ് 2 ഡിജിറ്റ് മാത്രം എടുക്കുക. രണ്ടാമത്തത് എന്തെടുക്കണം? രണ്ടാമത്തെ സ്റ്റെപ്പിൽ അതിൻ്റെ ഇതുണ്ട് 20. എത്ര ഡേറ്റ് തന്നിട്ടുണ്ട്? ഡേറ്റ്. ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഇയറിൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് ഇയറിൻ്റെ. രണ്ടാമത്തെ സ്റ്റെപ്പിൽ അതിൻ്റെ ഡേറ്റ് എത്ര തന്നുള്ള 20 എന്നും തന്നിട്ടുണ്ട്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഒക്ടോബറിൻ്റെ കീവേഡ് പറയണം. ഒക്ടോബറിൻ്റെ കീ ഡിജിറ്റ് എന്താ? ഒക്ടോബർ നമ്മൾ നേരത്തെ പറഞ്ഞു. ഒക്ടോബറിൻ്റെ കീ ഡിജിറ്റ് എന്താണ്? 1 ആണ്. കണ്ടോ? അപ്പോൾ മൂന്നാമത്തെ കീ ഡിജിറ്റ് ഓഫ് മന്ത്. ഇവിടെ മന്ത് ഒക്ടോബർ ആയതുകൊണ്ട് അതിൻ്റെ എന്താ കീ ഡിജിറ്റ് എന്താണ്? 1. നാലാമത്തെ സ്റ്റെപ്പിൽ
കീ ഡിജിറ്റ് ഓഫ് ഒക്ടോബർ 1 കിട്ടി. 4ാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ഇത് ഈ 47നെ ലീപ്പ് ഇയർ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് ലീപ്പ് ഇയറിൽ കാണണം. 47നെ ലാസ്റ്റ് ഈ 47നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. മനസ്സിലായല്ലോ? ഡേറ്റ് ലാസ്റ്റ് 2 ഡിജിറ്റ് ഓഫ് ഇയർ ആണ് ഇപ്പോൾ എടുത്തത്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 47 ഡിവൈഡ് ബൈ 4 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 47 ഡിവൈഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ 11. ശിഷ്ടൊന്നും നോക്കണ്ട. 11 4 44. റിമൈനിങ് എന്നാ ഒന്നും നോക്കണ്ട. 11 4 44 കിട്ടിയല്ലോ. ഇത്രയും 4 സ്റ്റെപ്പായി. ഈ 4 സ്റ്റെപ്പ് കിട്ടിയിട്ടും 5ാമത്തെ സ്റ്റെപ്പിൽ ഇതെല്ലാം ആഡ് ചെയ്യണം. 47 + 20 + 1 + 11 ആഡ് ചെയ്യാം. 7 3 8 1 9 4 2 6 3 79 കിട്ടും. ആൻസർ ആയോ? ഇല്ല. ഇനി ഈ കിട്ടിയ ആൻസറിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 79 ഡിവൈഡ് ബൈ 7 5ാമത്തെ സ്റ്റെപ്പ്. 79/7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 79/7 ചെയ്യുമ്പോൾ 2 റിമൈനിങ് കിട്ടും. ശിഷ്ടം 2 കിട്ടും. ശിഷ്ടമാണ് ഇവിടെ എടുക്കുന്നത്, മറ്റൊന്നുമല്ല. ശിഷ്ടം മാത്രം എടുക്കണം. 79/7 ചെയ്ത്, അതായത് 7 × 11 = 77. അപ്പോൾ അവിടെ ശിഷ്ടം 2 ഉണ്ട്. 2 ആണ് റിമൈനിങ് ഉള്ളത്. അപ്പോൾ ആൻസർ കിട്ടി. 2 റിമൈനിങ് വന്നു. ഈ 2 എന്ന് പറഞ്ഞത് ഏത് ഡേയ്സിൻ്റെ ഏത് ദിവസത്തിൻ്റെ കീ ഡിജിറ്റാണ് നോക്കുക. ഏതാണ്? കണ്ടോ? 2 എന്നുള്ളത് മൺഡേൻ്റെ കീ ഡിജിറ്റ്സ് ഓഫ് ദ മൺഡേ ആണ്. എന്ത്? 2. അതുകൊണ്ട് തന്നെ ഒക്ടോബർ 20 അപ്പോൾ ഏത് ദിവസമാണ്? മൺഡേ. അപ്പോൾ ഇത് ഏത് ദിവസമാണെന്ന് ചോദിച്ചാൽ ഇത്ര കിട്ടിയല്ലോ, മൺഡേ. മനസ്സിലായല്ലോ? ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ലാസ്റ്റ് ഇയർ എടുക്കുക. ഇയറിൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് എടുക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പിൽ അതിന് ഡേറ്റ് എടുക്കുക, തന്നിരിക്കുന്ന ഡേറ്റ് എടുക്കുക. 3ാമത്തെ സ്റ്റെപ്പിൽ കീ ഡിജിറ്റ്സ് ഓഫ് ദ മന്ത് എടുക്കുക. ഏത് മന്താണ് തന്നുള്ളത് അതിന് അപ്രോച്ച് ആയിട്ടുള്ള ഡിജിറ്റ് എടുക്കുക. ആ ഡിജിറ്റ് എടുത്തു. ഇനി 4ാമത്തെ സ്റ്റെപ്പിലാണ് ആ 2 ഡിജിറ്റ്സ് ഓഫ് ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ഓഫ് ഇയറിനെ ഡിവൈഡ് ബൈ 4ലേക്ക് ഡിവൈഡ് ചെയ്യുക. അതായത് ലീപ്പ് ഇയറിലേക്ക്. എത്ര ലീപ്പ് ഇയർ ഉണ്ട്? 1947 വരെ എത്ര ലീപ്പ് ഇയർ ഉണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിൽ പോയിൻ്റായിട്ട് വരുന്ന ഇത് എഴുതണ്ട. പൂർണ്ണ രൂപസംഖ്യ എന്താണോ അത് എഴുതുക. അപ്പോൾ 11 എന്നും കിട്ടി. 5ാമത്തെ സ്റ്റെപ്പിൽ അത് മൊത്തം ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് കിട്ടിയ ആൻസറിനെ വീണ്ടും 6ാമത്തെ സ്റ്റെപ്പിൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് വീക്ക് എന്ന് പറഞ്ഞാൽ ഒരു വീക്ക് എന്ന് പറഞ്ഞാൽ 7 ഡേയ്സ്. അതുകൊണ്ട് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ശിഷ്ടം വരുന്ന സംഖ്യ എത്രയാണോ അത് കീ ഡിജിറ്റ്സ് ഓഫ് ദ ഡേയ്സ് നോക്കുക. ഏത് ദിവസമാണെന്ന് ആദ്യം നോക്കിയിട്ട് കണ്ടുപിടിക്കുക. അതുകൊണ്ട് തന്നെയാണ് ആ കീ ഡിജിറ്റ്സ് ഓഫ് ദ ഡേയ്സ് എന്തായാലും നമ്മൾ കാണാതെ പഠിക്കണം എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ കീ ഡിജിറ്റ്സ് ഓഫ് ദ മന്തും അതുപോലെ തന്നെ നമ്മൾ ഓർത്തിരിക്കണം. എങ്കിൽ മാത്രമേ ഇങ്ങനെ വരുന്നുള്ള ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി അടുത്ത പ്രോബ്ലം നോക്കാം. ജൂലൈ 4 1989 ഏതാണ് ദിവസം? ജൂലൈ 4 1989. നമ്മളെ കയ്യിലുള്ളത് എന്തൊക്കെയുണ്ട്? ആദ്യം ഞാൻ പറഞ്ഞു ഫസ്റ്റത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ടേക്ക് ദ ഇയർ ഓഫ് ലാസ്റ്റ് 2 ഡിജിറ്റ്. അപ്പം 89 എടുത്തു. 1ാമത്തെ സ്റ്റെപ്പിൽ ലാസ്റ്റത്തെ 2 ഡിജിറ്റ് എടുത്തു. സെക്കൻഡ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ഏതാണ് ഡേറ്റ് എടുക്കണം. അപ്പം 4 എടുത്തു, ഡേറ്റ് എടുത്തു. തേർഡ് സ്റ്റെപ്പിൽ ജൂലൈന് ഈക്വലൻ്റ് ആയിട്ടുള്ള കീ ഡിജിറ്റ് എന്താണ്? ജൂലൈ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ജൂലൈ, ഇവിടെയാണ് ജൂലൈ വരുന്നത്. അതായത് 036. ഇവിടെ എന്താണ്? ജൂലൈക്ക് എന്താ ഉള്ളത്? കീ ഡിജിറ്റ് 0. അതുകൊണ്ടാണ് ഈ കീ ഡിജിറ്റ് പഠിക്കണം എന്ന് പറഞ്ഞത്. 0. അപ്പോൾ ജൂലൈ കിട്ടി 0. 4ാമത്തെ സ്റ്റെപ്പിൽ എന്ത് വരും? 4ാമത്തെ സ്റ്റെപ്പിൽ ലീപ്പ് ഇയറിലേക്ക് മാറ്റണം. എത്ര? 1989 എത്ര ലീപ്പ് ഇയർ വന്നിട്ടുണ്ട്? അപ്പോൾ 89 ഡിവൈഡഡ് ബൈ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 89 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ 2 4 8
9 2 4 8 എത്ര ഇയറായി? 22 കിട്ടി. ഇനി എന്ത് ചെയ്യണം? അഞ്ചാമത്തെ സ്റ്റെപ്പിൽ എല്ലാം ആഡ് ചെയ്യണം. 89 പ്ലസ് 4 പ്ലസ് 0 പ്ലസ് 22 എല്ലാം ആഡ് ചെയ്ത് 115 ആൻസർ കിട്ടും. ഇനി എന്ത് ചെയ്യണം? ആറാമത്തെ സ്റ്റെപ്പിൽ 115നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 115നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ബാക്കി 3 ശിഷ്ടം 3 ലഭിക്കും. ശിഷ്ടം 3 ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ കീ ഡിജിറ്റിലേക്ക് നോക്കണം. കീ ഡിജിറ്റ് എന്താണ്? ഏതാണ് 3 വരുന്നത്? കീ ഡിജിറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം 3 എന്നത് ട്യൂസ്ഡേ ആണ്. അതുകൊണ്ട് ജൂലൈ 4 എന്ന് പറയുന്നത് ഒരു ട്യൂസ്ഡേ ആണ്. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. ജനുവരി 14 1987. ജനുവരി 14 1987 എങ്ങനെയാണ് വരിക? ഫസ്റ്റത്തെ സ്റ്റെപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് 87 എഴുതി. രണ്ടാമത്തെ സ്റ്റെപ്പിൽ അതിൻ്റെ 14 ഡേറ്റ് എഴുതി. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ജനുവരി എന്ന് പറഞ്ഞത് എന്തിനാണ്? 1 ആണ് അല്ലേ? അതും എഴുതി. 4 എന്ന് പറഞ്ഞത് എന്താണ്? 87 ഡിവൈഡ് ബൈ 4 കൊണ്ട്, അതായത് ലീപ്പ് ഇയർ. 87ൽ എത്ര ലീപ്പ് ഇയർ വന്നു? 2 4 8 7 1 4 4. അപ്പോൾ എത്ര? 21 വന്നു. 21. അഞ്ചാമത്തെ സ്റ്റെപ്പിൽ എല്ലാം ആഡ് ചെയ്യുക. 87 പ്ലസ് 14 പ്ലസ് 1 പ്ലസ് 21 ആഡ് ചെയ്യുമ്പോൾ 123 എന്ന് കിട്ടും. 123. ആറാമത്തെ സ്റ്റെപ്പിൽ 123നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 123നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 ശിഷ്ടം വരും. ശിഷ്ടം റിമൈനിങ് 4 ആണ് ശിഷ്ടം വരുന്നത്. ഈ 4 ഏതിലാണ് വരുന്നത്? 4 എന്ന് പറഞ്ഞത് നോക്കും, വെനസ്ഡേയിലാണ് 4 വരുന്നത്. വെനസ്ഡേ. അപ്പം ഏതാ ദിവസം? 4 എന്ന് പറഞ്ഞാൽ വെനസ്ഡേ. അപ്പം ജനുവരി 14 1987 എന്ന് പറഞ്ഞത് വെനസ്ഡേ ആണ്. അത് വരിക. മനസ്സിലായല്ലോ? ഇനി ലീപ്പ് ഇയർ ആണ് തന്നിട്ടുള്ളത് എങ്കിൽ ലീപ്പ് ഇയറും ഇപ്പം നമ്മൾ ചെയ്തൊന്നും ലീപ്പ് ഇയർ അല്ല, റിമൈനിങ് വന്നിട്ടുണ്ട് അവിടെ. 89 ലീപ്പ് ഇയർ അല്ല. അതായത് ലീപ്പ് ഇയർ എന്നാൽ 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. അതാണ് ലീപ്പ് ഇയർ എന്ന് പറഞ്ഞത്. ഇവിടെ ഒന്നും 4 കൊണ്ട് നമുക്ക് നിശേഷം ഹരിക്കാം. 89 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റില്ല. 87 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റണില്ല. അതിനു മുമ്പ് നമ്മൾ ചെയ്തത് ഒക്ടോബർ 20 1947, അതും 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നതല്ലായിരുന്നു. അതുകൊണ്ട് അതൊന്നും ലീപ്പ് ഇയർ അല്ലായിരുന്നു. ഇനി ഒരു ലീപ്പ് ഇയർ ആണ് വരുന്നതെങ്കിൽ ലീപ്പ് ഇയറും അതും ഫെബ്രുവരി 29 മുമ്പുള്ള ദിവസവും ആണെങ്കിൽ ഒരു റൂളുണ്ട്. വേറെ റൂളാണ്. അത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. എങ്ങനെയത് ചെയ്യാൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. ജനുവരി 26 1980. ഇവിടെ എന്താണ്? വർഷം ലീപ്പ് ഇയർ ആണ്. ഡിവൈഡ് ബൈ 4 കൊണ്ട് ചെയ്യാൻ പറ്റും 80ന്. അതേപോലെ തന്നെ അതും, അതായത് ലീപ്പ് ഇയറും ഇനി ഫെബ്രുവരി 29 മുമ്പുമാണ്. ഫെബ്രുവരി 29 മുമ്പല്ല, ജനുവരി 26. അങ്ങനെ വരുമ്പോൾ ഫെബ്രുവരി 29 മുമ്പോ ലീപ്പ് ഇയറും ആണെങ്കിൽ ചെറുതായിട്ടൊരു മാറ്റമുണ്ട്. ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ഇതിലൊന്നും മാറ്റില്ല. ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്ത പോലെ 80 തന്നെ. ലാസ്റ്റ് 2 ഡിജിറ്റ് എടുത്തു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ 26 ഡേറ്റ് എടുത്തു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ജനുവരിക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള കീ ഡിജിറ്റ് എന്താണ്? 1 എടുത്തു. നാലാമത്തെ സ്റ്റെപ്പിൽ എന്താണ്? ഇനിയാണ് മാറ്റുള്ളത്. ലീപ്പ് ഇയർ ആണ്. ഡിവൈഡ് ബൈ 4 കൊണ്ട് ചെയ്താൽ നിശേഷം പോകുന്നതാണ് 20. ഇങ്ങനെ വരികയാണെങ്കിൽ, അതായത് ലീപ്പ് ഇയർ ആണ്, അതും ഫെബ്രുവരി 29 മുമ്പും ആണെങ്കിൽ എന്ത് ചെയ്യണം? നാലാമത്തെ സ്റ്റെപ്പിൽ -1 കുറക്കണം. -1 കുറക്കണം. അപ്പോൾ എത്ര കിട്ടും? 19 വരിക. മനസ്സിലായല്ലോ? മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഫെബ്രുവരി 29 മുന്നും തന്നിരിക്കുന്ന ഇയർ ലീപ്പ് ഇയറും ആണെങ്കിൽ മാത്രമാണ് ഇത് ചെയ്യേണ്ടുള്ളൂ. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ നാലാമത്തെ സ്റ്റെപ്പിൽ ലീപ്പ് ഇയർ ഡിവൈഡ് ബൈ 4 ചെയ്യും. ഡേറ്റിന് ഇയറിനെ ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ ലീപ്പ് ഇയർ കിട്ടിയാൽ ലീപ്പ് ഇയറിന് 1 മൈനസ് ചെയ്യേണ്ടത്. ഒന്നുകൂടിയും പറയുന്നു, ഫെബ്രുവരി 29 മുന്നും അതും ലീപ്പ് ഇയറും ആവണം. എങ്കിൽ മാത്രമാണ് ഇത് ചെയ്യാനുള്ളൂ കേട്ടോ. അല്ല എങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതുപോലെ ചെയ്യാം. കിട്ടി
19 ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പില ഇനി മാറ്റമൊന്നുമില്ല. അഞ്ചാമത്തെ സ്റ്റെപ്പിൽ എല്ലാം കൂടെ ആഡ് ചെയ്യണം. 80 + 26 + 1 + 19 എത്ര കിട്ടും? 126 എന്ന് ആൻസർ കിട്ടും. ഇനിയോ ആറാമത്തെ സ്റ്റെപ്പിൽ 126 ÷ 7 എന്ന് ചെയ്യാം. 126/7 ചെയ്താൽ എത്ര കിട്ടും? റിമൈൻഡർ 0 ആണ് റിമൈൻഡർ കിട്ടുക. നിശേഷം പോവും. റിമൈനിങ് 0 മാത്രമാണ് ഉണ്ടാവുക. അതായത് നോക്കൂ, 126 ÷ 7 ചെയ്ത് നോക്കൂ. ഒരു 7 107 ബാക്കി 56 8 7 56 കിട്ടില്ലേ? അപ്പോൾ 0 ആണ് അവിടെ ശിഷ്ടം വരുന്നത്. അതുകൊണ്ട് അവിടെ 0 ആണ്. ഇനി നമ്മുടെ കയ്യിലുള്ള എന്താ? കീ ഡിജിറ്റ്സ് ഓഫ് ദ ഡേറ്റ് ഉണ്ട്. ഡേയ്സ് ഉണ്ട്. ഡേറ്റ് അല്ല, ഡേയ്സ്. അപ്പം 0 എന്ന് പറയുന്നത് കീ ഡിജിറ്റ് ഓഫ് ദ ഡേയ്സിൽ ഏതിലാണ് വരുന്നത്? സാറ്റർഡേയിലാണ് 0 വരുന്നത്. അപ്പോൾ ആൻസർ കിട്ടിയല്ലോ. അപ്പോൾ ജനുവരി 26 എന്ന് പറയുന്നത് സാറ്റർഡേ ആണെന്ന് മനസ്സിലായല്ലോ. ഇനി ഒന്ന് മനസ്സിലാക്കണം, ഇതുവരെ ചെയ്ത പ്രോബ്ലംസ് 1900 മുതൽ 2000 വരെയുള്ള വർഷങ്ങൾക്ക് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. 1900 മുതൽ 2000 വരെയുള്ള വർഷം. നമ്മളിപ്പോൾ ചെയ്ത 1947, 1980, 1989 അങ്ങനെയാണ് ചെയ്തത്. 89, 87, 80, അതായത് 2000 വരെയുള്ള, അതായത് 1900 മുതൽ 2000 വരെയുള്ള വർഷങ്ങൾക്ക് ഉള്ളിലുള്ള ചോദ്യം വന്നാൽ മാത്രമാണ് ഇപ്പം പറഞ്ഞ ഈ രീതി ചെയ്യുന്നത്. മനസ്സിലായല്ലോ. ഇനി 2000 മുതൽ 2100 വരെയുള്ള ഇതിന് മാറ്റങ്ങളൊന്നുമില്ല. അവിടെ കീ ഡിജിറ്റ് ഓഫ് ദ ഡേയ്സ് വ്യത്യാസമുണ്ട്. അത് മാത്രമുള്ള മാറ്റം. അത് നമ്മൾ അടുത്ത പാർട്ടിലൂടെ വിശദമാക്കുന്നതാണ്. കൂടുതൽ പ്രാക്ടീസിന് വേണ്ടി തന്നിരിക്കുന്ന ഈ പ്രോബ്ലം ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.